ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാണ്, ഒത്തിരി ഇഷ്ടപ്പെടുന്നവർ. നമുക്കെപ്പോഴും ഇന്ന സമയത്ത് ഇന്ന കാലാവസ്ഥ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് പലർക്കും അറിയില്ല. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെയാണ്. എങ്കിലും ചിലതൊക്കെ നടുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് പിടിച്ചു കിട്ടുന്നു. സ്വന്തമായി എപ്പോഴും ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ പറിച്ച് ചൂടോടെ കഴിച്ചാൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ടേസ്റ്റൊക്കെ അങ്ങ് മാറി നിൽക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ കൃഷിയിലേക്ക് വരണമെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെപ്പോഴും കൃഷിയിൽ ആദ്യം വേണ്ടത് ചെയ്യാനുള്ളൊരു മനസ്സും പിന്നെ മണ്ണും വേണമല്ലോ. ആദ്യമൊക്കെ വലിയ ഉത്സാഹത്തോടെ സന്തോഷത്തോടെയൊക്കെ ഇത് തുടക്കം കുറിക്കും. പിന്നീട് അവസാനം വരെ അത് കണ്ടെങ്കിലേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിനിടയിൽ നമുക്കിതിന് ഒരുപാട് കഷ്ടപ്പാടുകളും ഉണ്ട്. നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡായിട്ട് കൂടി വേണം ഇത് കുഴിച്ച് വെക്കാനും അതിനെ കെയർ ചെയ്യാനും എല്ലാം. എങ്കിലേ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള കൃഷിയും കാര്യങ്ങളൊന്നുമില്ല. ഒരു രസത്തിന് ഞാൻ തുടങ്ങിയതാണ് ഇതെല്ലാം. എന്നാലും ഇതൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും ഇത് കൃഷി ചെയ്യണമെന്നുള്ളൊരാഗ്രഹം തോന്നി തുടങ്ങി. അങ്ങനെ വീണ്ടും ഞാനിതെല്ലാം നട്ടുപിടിപ്പിച്ചു കെയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഫ്രഷായിട്ടുള്ള ഇതുപോലെ പച്ചക്കറികളൊക്കെ കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയല്ലേ. ഈ കീടനാശിനി അടിച്ച് കൊടുക്കുന്നതിലും എത്രയോ ഭേദമാണ് നമ്മൾ നട്ട പച്ചക്കറികൾ. ഞാൻ നോക്കിയിട്ട് കഴുകണമെന്ന് പോലും തോന്നാറില്ല. ചിലപ്പോൾ പൊടിയൊക്കെ കാണുമെങ്കിലും കഴുകിയിട്ടേ നമ്മൾ കൊടുക്കാവുള്ളൂ. അത്രയും ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ മോനാണേലും ഇവിടെ വന്ന് ഞാൻ പറിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറിക്കാം എന്നും പറഞ്ഞ് ഓടി വന്ന് പച്ചക്കറികളൊക്കെ പറിക്കുന്നത് കാണാം. എങ്കിലും നോക്കി നിൽക്കണമില്ല, പച്ചക്കറി മൂടോടെ അവനങ്ങ് ചിലപ്പം കൊണ്ടുപോയെന്നിരിക്കും. പിന്നത്തെ ഇത് കണ്ടോ, മുന്തിരിയൊക്കെ നല്ല രീതിയിൽ എനിക്ക് ഇപ്രാവശ്യം കായകളൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ പച്ചക്കറികൾ കിട്ടാറുണ്ട്. ഇങ്ങനെയൊക്കെ കിട്ടുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഇതിൻ്റെയൊക്കെ പുറകെ ചെറിയ രീതിയിലുള്ള കഷ്ടപ്പാടുകളും ഉണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ സന്തോഷം ഇരട്ടിയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.